നമസ്കാരം, പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. നിരവധി തസ്തികകളിലേക്ക് പുതിയ ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അസിസ്റ്റന്റ്, സ്റ്റീനോഗ്രാഫർ, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പ്രോഗ്രാമർ, ലൈബ്രറി അസിസ്റ്റന്റ് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ പോസ്റ്റുകളുടെ വിശദവിവരങ്ങളും ഓരോ പോസ്റ്റിന്റെയും യോഗ്യത, എക്സ്പീരിയൻസ്, ഏജ് ലിമിറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി തുടങ്ങിയ വിശദവിവരങ്ങൾ നോക്കാം. നിങ്ങളൊരു സർക്കാർ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനത്തോളം കാണാൻ മറക്കരുത്. റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിലും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. ശ്രദ്ധിക്കുക, പരീക്ഷയില്ലാതെ തന്നെ കേരള കൃഷി ഓഫീസ് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. നിരവധി ഒഴിവുകളോടെയാണ് വന്നിട്ടുള്ളത്. ഉടൻ അപേക്ഷിക്കൂ. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഇതുകൂടാതെ CBI അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ 740 ഒഴിവുകളോടെ സ്ഥിരജോലി വന്നിരിക്കുകയാണ്. കേരളത്തിലാണ് സ്ഥിരജോലി ഉള്ളത്. വയസ്സ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. ഇതൊരു മികച്ച അവസരമാണ്. ഈ ഒരു വീഡിയോ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേണ്ടവർ ശ്രദ്ധയോടെ ഇരുന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് പോകാം. ആദ്യമേ ഈ റിക്രൂട്ട്മെന്റിലുള്ള മുഴുവൻ ഒഴിവുകളും നോക്കാം. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് രജിസ്ട്രാറിന് ഒരു വാക്കൻസിയും, സെക്ഷൻ ഓഫീസർ ഒരു വാക്കൻസി, റിസർച്ച് കം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഒരു വാക്കൻസി, അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഒരു വാക്കൻസി, അസിസ്റ്റന്റ് ഒരു വാക്കൻസി, പേഴ്സണൽ അസിസ്റ്റന്റ് ഒരു വാക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, സ്റ്റീനോഗ്രാഫർ 3 വാക്കൻസീസ്, LDCക്ക് 7 വാക്കൻസിയും, സ്റ്റാഫ് കാർ ഡ്രൈവറിന് ഒരു വാക്കൻസിയും, പമ്പ് ഓപ്പറേറ്ററിന് ഒരു വാക്കൻസിയും, ലൈബ്രറി അസിസ്റ്റന്റിന് 3 വാക്കൻസീസും, MTSന് 8 വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. ആകെ നോക്കുമ്പോൾ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വലിയൊരു അവസരമാണിത്. ഇനി പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഡിഗ്രി ആണ്. അത് 55% മാർക്കോടെ പാസ്സായിരിക്കണം. ഇതിൽ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണ്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഡിഗ്രി ആണ്. അതും 55% മാർക്കോടെ പാസ്സായിരിക്കണം. ഇനി ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ഇതൊരു ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്. അടുത്ത തസ്തിക സെക്ഷൻ ഓഫീസർ ആണ്. സെക്ഷൻ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. ഇത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന പോസ്റ്റ് ആണ്. അടുത്ത തസ്തിക റിസർച്ച് കം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്. ഈ ഒരു തസ്തികയിലെ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ആണ്. എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. റിസർച്ച്, ഡാറ്റ അനാലിസിസ് എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഇനി അടുത്ത തസ്തിക അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE അല്ലെങ്കിൽ BTech ഓർ MC അല്ലെങ്കിൽ MSc ആണ്. എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. IT ഫീൽഡിലുള്ളവർക്ക് നല്ലൊരു അവസരമാണ്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ്. എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. അടുത്ത തസ്തിക പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ്. ഇതുകൂടാതെ സ്റ്റീനോഗ്രാഫി സ്കിൽ ആവശ്യമാണ്. എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. അടുത്ത തസ്തിക ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BEd അല്ലെങ്കിൽ ശിക്ഷാശാസ്ത്രി അല്ലെങ്കിൽ സൈക്കോളജി ഡിഗ്രി ആവശ്യപ്പെടുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള തസ്തികയാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. അടുത്ത തസ്തിക സ്റ്റീനോഗ്രാഫർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി പ്ലസ് സ്റ്റീനോഗ്രാഫി ആണ്. ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ്. കൂടാതെ കമ്പ്യൂട്ടർ നോളേജ് ആവശ്യമാണ്. ഈ ഒരു തസ്തികയിൽ ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിക്കുന്ന പോസ്റ്റുകൾ ഒന്നാണിത്. സ്റ്റാഫ് കാർ ഡ്രൈവർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ് ആണ്. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. അടുത്ത തസ്തിക പമ്പ് ഓപ്പറേറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് IT, അതിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 10th പാസ്സായവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. അടുത്ത തസ്തിക ലൈബ്രറി അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2+ ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എക്സ്പീരിയൻസ് ഉള്ള തസ്തികയാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത തസ്തിക MTS ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ് ഓർ IT ആണ്.
ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വലിയ അവസരമാണിത്. ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റും അടിപൊളി ഒരു അവസരമാണിത്. അടുത്ത തസ്തിക ലബോറട്ടറി അറ്റൻഡന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 സയൻസ് ആണ് ഓർ 10th+ ലാബ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിക്കുക, ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്നുണ്ടോന്ന് ഉറപ്പാക്കുക, എക്സ്പീരിയൻസ് ശരിയായതാണെന്ന് പരിശോധിക്കുക, ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് നോക്കുക, ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കുക. സാധാരണ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർട്ടിഫിക്കറ്റ്സ്, ID പ്രൂഫ്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയാണ്. ഇനി ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നോക്കാം. അവസാന തീയതി വരുന്നത് 2026 മെയ് 21 തീയതിയാണ്. 6 മണിക്ക് മുമ്പായിട്ട്, വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഫീസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് എയിൽ പെടുന്നവർക്കാണെങ്കിൽ 2000 രൂപയാണ്. അതിൽ SC, ST, വുമൺ, OBC, EWS, PW കാൻഡിഡേറ്റ്സിന് 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അടുത്തത് ഗ്രൂപ്പ് B ആൻഡ് Cയിൽ വരുന്നവർക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ SC, ST, വുമൺ, OBC, EWS, PW കാൻഡിഡേറ്റ്സിന് 500 രൂപയായിരിക്കും ഫീസായിട്ട് വരുന്നത്. ഇനി ഈ തസ്തികയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ കേന്ദ്ര യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെന്റ് മുഴുവൻ വിവരങ്ങൾ വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് എന്റെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഇന്ന് വൈകുന്നേരം നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. വീഡിയോ ആവശ്യമുള്ളവർ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.